ഓക്കെ, അപ്പോൾ നമ്മളൊരു കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള 2018 അതുപോലെ തന്നെ 2019 ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അസറ്റ്സ് അതുപോലെ തന്നെ ലാബിലിറ്റീസ്. അസറ്റ്സ് അതുപോലെ തന്നെ ലാബിലിറ്റീസ് 2018-2019 ടോട്ടൽ നോക്കുക. 2018 1110, 2019 1065 ആണ് വരുന്നത്. അപ്പോൾ സെയിം തന്നെയായിരിക്കും ലാബിലിറ്റീസിൻ്റെ എമൗണ്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/12/2018 ആൻഡ് 2019. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന വാല്യൂസ് ഇൻ ലാക്സ് ഓഫ് റുപ്പീസ് ആണ്. അപ്പം ലാക്സ് സീറോസ് ഒമിറ്റ് ചെയ്തിട്ടുള്ള 5 സീറോ ഒഴിവാക്കിയിട്ടുള്ള എമൗണ്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ചെറിയ ഫിഗർ കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട കേട്ടോ. പക്ഷെ നിങ്ങൾ തന്നിട്ടുള്ള വാല്യൂസ് വെച്ച് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഈസി ആയിരിക്കും. ഇപ്പോൾ നോക്കുക, അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കോളം ഉണ്ടാവും. നമുക്ക് അസറ്റ്സ് ദെൻ ലാബിലിറ്റീസ് നോട്ട് ചെയ്യാനുള്ള കോളമാണ്. പിന്നെ 2018 എമൗണ്ട് നോട്ട് ചെയ്യാനുള്ള ഒരു കോളം, 2019 എമൗണ്ട് നോട്ട് ചെയ്യാനുള്ള ഒരു കോളം. പിന്നെ പറയുന്ന കോളം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ 2019 റുപ്പീസ്. അതായത് 2019ലേക്ക് 2018 2019 കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് 2019 എമൗണ്ട് കൂടിയതാണോ അല്ലെങ്കിൽ കുറഞ്ഞതാണോ. അപ്പം 2018 ഇപ്പോൾ ഒരു 10 രൂപയാണ്, 2019 5 രൂപയാണെങ്കിൽ 2019ലേക്ക് 5 രൂപ കുറഞ്ഞതല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ 2019 എന്നുള്ള കോളത്തിൽ എത്ര കൊടുക്കണം, -5. 5 കുറഞ്ഞതാണെന്ന് കാണിക്കാനാണ് -5 കൊടുക്കുന്നത്. ദെൻ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ 2019 ആണ് ലാസ്റ്റ് കോളം കൊടുത്തിട്ടുള്ളത്. 2019ലേക്ക് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്തോ ആ ഒരു എമൗണ്ട് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്, 5 ആണ്. 5 പിന്നെ രൂപയാണ് കുറഞ്ഞത് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത് എത്രയാ, 5 രൂപ കുറഞ്ഞപ്പം 5 ഹരിക്കണം എത്രയാണ് 2018 എമൗണ്ട് ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100ലേക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർസെൻറ്റേജ് കിട്ടുക. എത്രയാണ് വരിക, 50% വരിക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, -50% ആണ് എന്ത് കുറവ് വന്നിട്ടുള്ളത്, പകുതി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഓരോ വാല്യൂസ് നമ്മൾ എല്ലാ അസറ്റ്സും നോട്ട് ചെയ്യുക, എല്ലാ ലാബിലിറ്റീസും നോട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2018 2019 വാല്യൂസ് കാണിക്കുക. എത്രയാണ് എമൗണ്ട് ഇൻക്രീസ് ചെയ്തതാണോ ഡിക്രീസ് ചെയ്തതാണോ എന്ന് കാണിക്കുക. ദെൻ ലാസ്റ്റ് കോളത്തിൽ എത്രയാണ് ഇൻക്രീസ് ചെയ്തതാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് എത്ര ശതമാനം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഡിക്രീസ് ചെയ്തതാണെങ്കിൽ എത്ര ശതമാനം ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസും ഡിക്രീസും നിങ്ങൾക്ക് അറിയണ്ടാവും. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ കൂടിയതും ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞതും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ പ്രകാരം എന്താണ്, 5 രൂപ ഡിക്രീസ് അതായത് കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ -5 എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1-2 വാല്യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുക. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് അസറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അസറ്റ്സ് എന്ന് ഫസ്റ്റ് നോട്ട് ചെയ്യാം. ആദ്യം തന്നെ തന്നിട്ടുള്ളത് നോൺ കറൻറ്റ് അസറ്റ്സ് ആണ്. ഏതാണ്, പ്രെമിസസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യനിൽ തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ലെസ് ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് പ്രെമിസസ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ അത് ബ്രാക്കറ്റിൽ നോട്ട് ചെയ്ത് കാണിക്കുക. പ്രെമിസസ് എത്രയാണ്, 2018 ക്വസ്റ്റ്യനിൽ നോക്കുക തന്നിട്ടുള്ളത് 300 ആണ്. 2019 തന്നിട്ടുള്ള എമൗണ്ട് 285 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് നോക്കുക. 2018 300 ഉണ്ട്, 300 ഉണ്ട്. 2019 285 ഉള്ളൂ. അപ്പോൾ അവിടെ എന്താണ്, 15 രൂപ കുറഞ്ഞതാണ്. അപ്പം നമ്മൾ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ 2019 എന്നുള്ള കോളത്തിൽ -15 എന്ന് നോട്ട് ചെയ്യുക. നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ ഡിക്രീസ് വന്നിട്ടുള്ളത് എന്നാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു എക്സാമ്പിൾ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് കാണേണ്ടത്. അതായത് -15 ഡിവൈഡഡ് ബൈ
എത്രയാണ് ബേസ്, അതായത് 2018 എമൗണ്ടുമായിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് കണ്ടത്. 300 ഇൻറ്റു 1000. 1000ലേക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് എപ്പോഴും നമുക്ക് പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ കഴിയുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? -5% ആണ് അവിടെ ഡിക്രീസ് വന്നിട്ടുള്ളത്. എത്ര? -5 എന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്രയാണോ കൂടിയത് കുറഞ്ഞത് എന്നുള്ളത് കാണുക. അത് കഴിഞ്ഞിട്ട് ഏത് വാല്യൂ ആണോ ആ വാല്യൂവിനെ ഫസ്റ്റ് ഇയർ, അതായത് ഇവിടുത്തെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2018 2018. അപ്പോൾ 2018 എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. നമ്മളൊക്കെ എപ്പോഴും പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ എന്താണ്? 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എത്ര കിട്ടും? 5% അവിടെ കുറഞ്ഞിട്ടുള്ളത്. 2018 കമ്പയർ ചെയ്യുന്ന സമയത്ത് 2019 5% ഡിക്രീസാണ് വന്നിട്ടുള്ളത് പ്രമിസസ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റിലത്തെ കേസ് -5% ആണ് ഡിക്രീസ് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുക, പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് അടുത്ത ഐറ്റം കാണിച്ചിട്ടുള്ളത്. പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണെന്ന് നോക്കുക. 2018 200 ആണ്, 2019 250 ആണ്. 2018 200 ആയിരുന്നു, 2019 ആയപ്പോഴേക്ക് 250 ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? +50, 50 രൂപ കൂടിയിട്ടുണ്ട്. 2019 എത്രയാണ്? 50, 50 ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് നോക്കുക? 50 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100. എത്ര പെർസെൻറ്റേജാണ് വരിക? 25%. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ 25, അത് +25 എന്ന് നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടു, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ വാല്യൂസും നമ്മൾ കാണേണ്ടത്. എന്ത് ചെയ്യുക? എല്ലാ ഐറ്റംസും എന്ത് ചെയ്യുക? ഇവിടെ നോട്ട് ചെയ്യുക. എന്നിട്ട് എല്ലാത്തിൻ്റെയും 2018 2019 ഫിഗേഴ്സ് കാണുക. ദെൻ എമൗണ്ട് എത്രയാണ് ഇൻക്രീസ് ചെയ്തത്, എത്രയാണ് ഡിക്രീസ് ചെയ്തതെന്ന് കാണുക. അതിനുശേഷം എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണോ, പെർസെൻറ്റേജ് ഡിക്രീസ് എത്രയാണോ വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഇതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 200 ആണ്, 250, ദെൻ 50 ആണ് ഇൻക്രിമെൻറ്റ് വന്നിട്ടുള്ളതിൽ. 2018 കമ്പയർ ചെയ്യുമ്പോൾ 2019 ഒരു 25% എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അതായത് 200ൻ്റെ 25% 50, അതെത്രയാണ്? കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ഐറ്റംസും ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് എല്ലാത്തിനും ഒരു അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട് പെൻസിലുകൊണ്ട്. ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾ പെന്നോണ്ടൊന്നും ഫുള്ളായിട്ട് വരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ എമൗണ്ട് കറക്റ്റായിട്ടൊന്ന് നോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് നോക്കുക. അപ്പോൾ ഇനി നമുക്കെല്ലാം ഐറ്റംസ് എല്ലാം പർട്ടിക്കുലേഴ്സിൽ വരേണ്ട എല്ലാ ഐറ്റംസും ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? എമൗണ്ട് എത്രയാണ് ഇൻക്രീസ് ഡിക്രീസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി വരെയാണ് നോട്ട് ചെയ്ത് പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് എത്രയാണ്? ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്. ദെൻ അപ്പോൾ നമുക്ക് ടോട്ടൽ നോൺ കറൻറ്റ് അസറ്റ്സ് കിട്ടും. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിൽ ആഡ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെയും നോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് കറൻറ്റ് അസറ്റ്സ് ആണ്. കറൻറ്റ് അസറ്റ്സിൽ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് തന്നിട്ടുണ്ട്. ടോട്ടൽ കറൻറ്റ് അസറ്റ് കാണുക. എന്നിട്ട് അസറ്റ്സ് എല്ലാം ടോട്ടൽ ചെയ്തിടുക. എന്നിട്ട് ആ അസറ്റ്സ് ടോട്ടലിൻ്റെയും പെർസെൻറ്റേജ് എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, എത്ര ഡിക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുക. ഓക്കെ, ദെൻ ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസ്. അതിൽ ഇക്വിറ്റി 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. അങ്ങനെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് കിട്ടും. ടോട്ടൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2018 2019 എമൗണ്ട് കാണിച്ചിട്ട് ഇൻക്രീസ് എത്ര, ഡിക്രീസ് അല്ല, ഇനി ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസ് എത്ര, അതിൻ്റെ പെർസെൻറ്റേജ് കാണുക. ദെൻ നോൺ കറൻറ്റ് ലാബിലിറ്റീസ് ആയിട്ട് പറയുന്നതിൽ 8% ഡിബെഞ്ചേഴ്സ് ഉണ്ട്. പിന്നെ കറൻറ്റ് ലാബിലിറ്റീസ് ആണ് സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ടാക്സ് പയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ടോട്ടൽ കറൻറ്റ് ലാബിലിറ്റീസ് കിട്ടും. അതിനെ ടോട്ടൽ ചെയ്ത് ടോട്ടൽ ലാബിലിറ്റി കാണുക. ദെൻ ടോട്ടൽ, അതായത് ഇവിടെ നമ്മൾ ഇക്വിറ്റീൻ്റെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടിട്ടുണ്ട്, അതും എന്ത് ചെയ്യുക? ടോട്ടൽ ലാബിലിറ്റീസ് കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് കാണുക. അപ്പോൾ നമുക്കിവിടെ എത്രയായിരുന്നു നമ്മളുടെ ടോട്ടൽ അസറ്റ്, ഈ ടോട്ടൽ അസറ്റിൻ്റെ സെയിം എമൗണ്ട് തന്നെയാണ് ഈ ലാസ്റ്റ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസിൽ വരിക. അതിൻ്റെ 2018 2019 ഫിഗർ സെയിം ആയിരിക്കും. എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് സെയിം ആയിരിക്കും. പെർസെൻറ്റേജും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക.
അപ്പോൾ നോക്കാം എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന്. അപ്പോൾ ഇതിൽ നോക്കുക, ഓരോ വാല്യൂസും എത്രയാണ് എമൗണ്ട് ഇൻക്രീസ് ഡിക്രീസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ വാല്യൂസും കമ്പയർ ചെയ്ത് നോക്കുക. 2018 ഫിഗറിനെയും 2019 ഫിഗറും കമ്പയർ ചെയ്യുക. ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് കൊടുത്തിട്ട് നോട്ട് ചെയ്യുക, ഡിക്രീസ് ആണെങ്കിൽ ജസ്റ്റ് മൈനസ് കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനിയിപ്പം ഒരു ഇതായി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. 2018 സെയിം എമൗണ്ട് തന്നെയാണ് 2019 വന്നിട്ടുള്ളത്. അപ്പം എന്താണ് ഐഫൻ അവിടെ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല, നമുക്ക് പെർസെൻറ്റേജ് നോട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് 2018 200 2019 200, അവിടെ ഇൻക്രീസും ഡിക്രീസും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കതിൽ പെർസെൻറ്റേജ് കാണണ്ട. അതേപോലെ തന്നെ വരുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 2 ലക്ഷം, അതായത് 2 രൂപ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഇൻക്രീസും ഡിക്രീസും ഇല്ല, പെർസെൻറ്റേജും കാണാനായിട്ടുണ്ടാവില്ല. പിന്നെ ഒരു പ്രത്യേകത, പിന്നെ അസറ്റും ലാബിലിറ്റിയും ടോട്ടൽ ഈക്വൽ ആണ്. എത്രയാണ് സെയിം എമൗണ്ട് ആണ് ലാബിലിറ്റീസിൻ്റെയും അസറ്റിൻ്റെയും വരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസും എന്തായിരിക്കും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളിത് വെച്ചിട്ട് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫസ്റ്റ് അതിൻ്റെ മോഡൽ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിതിൻ്റെ എമൗണ്ട് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇതുപോലെ തന്നെയല്ലേ കിട്ടുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, അതുപോലെ നിങ്ങളൊരു കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കാണ്ട്, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലമാണ് ചെയ്തത്. എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അനാലിസിസ്, ഈ ഒരു മൊഡ്യൂൾ തന്നെ എന്താണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ അനാലിസിസേ കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അതിനെന്ത് ചെയ്യണം, നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് പിന്നെ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ നോക്കാം, ടോട്ടൽ നോൺ കറൻറ്റ് അസറ്റ് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ നോൺ കറൻറ്റ് അസറ്റ് അത് 2018 575, 2019 595 വന്നിട്ടുള്ളത്. അതായത് ഒരു 20 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 2019 നമുക്ക് നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഫിക്സഡ് അസറ്റ്സുകളാണ് അല്ലേ. ഫിക്സഡ് അസറ്റ്സുകൾ ഇപ്പം പിന്നെ മെഷീനറി കൂടിയിട്ടുണ്ട്. അതുപോലെ മെഷീനറിയിൽ എന്തായിരിക്കും നമ്മൾ ഈ 50 ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളത് വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമുക്ക് നോൺ കറൻറ്റ് അസറ്റിന് വേണ്ടിയിട്ട് 20 ലക്ഷമാണ് പറയുന്നത്. 20 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻ ലാക്സിലുള്ള വാല്യൂസാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അത് ഷോർട്ടാക്കിയിട്ട് 20 എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. ശരിക്കും അതെത്രയാണ് 20 ലക്ഷം. അപ്പോൾ നമ്മൾ നോക്കുക ടോട്ടൽ ഫിക്സഡ് അസറ്റ്സിൻ്റെ, അതായത് നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റിൽ 3.48% കൂടിയിട്ടുണ്ട്. അതായത് 20 ലക്ഷം നമുക്ക് നോൺ കറൻറ്റ് അസറ്റ് കൂടിയിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ശരിക്കും അത്രയും എമൗണ്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ശരിക്കും റിയലൈസ് ചെയ്യുന്നത്, അതിന് വേണ്ടി നിങ്ങൾ നോക്കുക, നമുക്ക് 2018 ഇൻവെസ്റ്റ്മെൻറ്റ് 150 ഉണ്ടായിരുന്നു. അതായത് 1,50,00,000 ഉണ്ടായിരുന്നു. 2019 അത് എത്രയേ ഉള്ളൂ, 1,20,00,000 ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കുക അവിടെ 30 ലക്ഷം കുറവാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തിരിച്ച് വാങ്ങിയിട്ടുണ്ടാവും. നമ്മളെവിടെയോ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 30 ലക്ഷം തിരിച്ച് വാങ്ങിയത് കൊണ്ടായിരിക്കാം ചിലപ്പം നമ്മൾ ഈ 20 ലക്ഷത്തിൻ്റെ ഫിക്സഡ് അസറ്റുകൾ ചിലപ്പം വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അതെന്താണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയാനുള്ള ഒരു കാരണം എന്താണ്, നമുക്ക് ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യാനായിരിക്കാം. അതേപോലെ നിങ്ങൾ നോക്കുക താഴെ നമ്മുടെ ടോട്ടൽ അസറ്റ് ശരിക്കും 2018 ടോട്ടൽ അസറ്റ് എത്ര ഉണ്ടായിരുന്നു, 1110 ഉണ്ടായിരുന്നു. അതിൽ 2019 ആയപ്പോഴേക്കും 1065 ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇവിടെ അതായത് 10,11,00,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 2019 11,10,00,000 ഉണ്ടായിരുന്നത് 10,65,00,000 2019 അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ നോക്കുക ശരിക്കും എത്ര കുറഞ്ഞിട്ടുണ്ട്, 45 ലക്ഷം ടോട്ടൽ അസറ്റിൽ കുറവ് വന്നിട്ടുണ്ട്. ടോട്ടൽ അസറ്റിൽ ഈ കുറവ് വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും, നമ്മൾ ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളുടെ
ഡെപ്റ്റേഴ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് പക്ഷേ നമുക്ക് റിയലൈസ് ചെയ്താണ് കിട്ടിയതാണ്. ടോട്ടൽ കറണ്ട് അസറ്റ്സിൽ എന്താണ് ഡിക്രീസാണ് പറയുന്നത്. നമുക്ക് 4% ടോട്ടൽ അസറ്റ് കുറവാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക് ഇക്വിറ്റി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഒന്ന് നോക്കാം. നമ്മുടെ ബിസിനസ്സിൻ്റെ ടോട്ടൽ കറണ്ട് അസറ്റും അതേപോലെ തന്നെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റിയും. ഇതാണ് ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കറണ്ട് ലയബിലിറ്റി ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടിലുമുള്ള ഒരു പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. ഇറ്റ്സ് അൺഫേവറബിൾ ആണ്. രണ്ടും ശരിക്കും ഒരേ രീതിയിലല്ല വരുന്നത് അല്ലേ. അതായത് ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്രയാ ഡിക്രീസ്, പിന്നെ 35 ലക്ഷം കുറവാട്ടോ കറണ്ട് അസറ്റ് പറയുന്നത്. 50 ലക്ഷത്തിൻ്റെ വേരിയേഷൻ എവിടെ വരുന്നുണ്ട്, കറണ്ട് ലയബിലിറ്റീസിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നന്നായിട്ട്. ഓക്കെ, ദെൻ പിന്നെ നോക്കാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 30 ലക്ഷം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. 300, അതായത് പിന്നെ 3 കോടി ഉണ്ടായിരുന്നത് 3 കോടി 30 ലക്ഷം ആയിട്ടുണ്ട്. അതിൽ 30 ലക്ഷം ഇൻക്രിമെൻ്റ് ആണ് അവിടെ വരുന്നത്. ദെൻ ഡിബഞ്ചറും എന്താണ് ഡിബഞ്ചർ നോക്കുക. ഡിബഞ്ചർ എത്ര 200 ഉണ്ടായിരുന്നത് 150 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഡിബഞ്ചർ നമ്മൾക്ക് ഉണ്ടായിരുന്നത് 50 ലക്ഷം തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് മൈറ്റ് ബി പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. ചിലപ്പോൾ നമ്മൾ ഈ പുതിയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരാനുള്ള കാരണം ചിലപ്പോൾ നമ്മൾ റെഡീം ചെയ്യുന്നത് ചിലപ്പോൾ ഫ്രഷ് ഇഷ്യൂ കണ്ടക്ട് ചെയ്തിട്ടായിരിക്കാം തിരിച്ചു കൊടുത്തിട്ടുണ്ടാവുക. എന്നുവെച്ചാൽ പുതിയ ഷെയർ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടായിരിക്കാം ചിലപ്പം ഡിബഞ്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, റെഡീം ചെയ്തിട്ടുണ്ടാവുക. പാർട്ട്ലി ചിലപ്പോൾ എന്തായിരിക്കും 30 ലക്ഷമാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൂടിയിട്ടുള്ളത്, പക്ഷേ 50 ലക്ഷം നമ്മൾ ഡിബഞ്ചർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പം പാർട്ട്ലി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടായിരിക്കാം, പാർട്ട്ലി നിന്നായിരിക്കാം പ്രോഫിറ്റിൽ നിന്ന് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ട് കൂടി ഞാനിതിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഞാനിപ്പം പറഞ്ഞിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്തിട്ടുള്ള കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുള്ള കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷനാണ് പറയുന്നത്. നോക്കുക, ഞാൻ പറഞ്ഞു ടോട്ടൽ നോൺ കറൻറ്റ് അസറ്റ് ഹാവ് ബീൻ ആഡഡ് ബൈ ₹20 lakhs, അതായത് 3.48% ഇതിൽ 2019 ഡ്യൂറിങ് 2019. ഫോർ ദിസ് പർപ്പസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വർത്ത് ₹30 lakhs ഹാവ് ബീൻ റിയലൈസ്ഡ്. അത് ചിലപ്പോൾ നമ്മൾ നോൺ കറൻറ്റ് അസറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പം തിരിച്ചെടുത്തിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, 20 ലക്ഷത്തിൻ്റെ അസറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവുക. കാരണം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് 30 ലക്ഷം കുറഞ്ഞതായിട്ടല്ലേ കാണിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചെടുത്തിട്ടായിരിക്കാം 20 ലക്ഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നോൺ കറൻറ്റ് അതായത് പിന്നെ ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. However, total assets have been reduced by ₹45 lakh. അതുകൊണ്ടായിരിക്കും നമ്മളുടെ ടോട്ടൽ അസറ്റിൽ ഒരു 45 ലക്ഷം കുറവ് കാണിക്കുന്നത്. ആൻഡ് കറണ്ട് അസറ്റ്സ് ഹാവ് ബീൻ ഡിക്രീസ്ഡ് ബൈ ₹35 lakh. കറണ്ട് അസറ്റ്സിലും ഒരു 35 ലക്ഷം കുറവ് കാണിക്കുന്നുണ്ട്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ എഡിഷൻ ടു നോൺ കറണ്ട് അസറ്റ്സ് ഹാവ് ബീൻ ഫിനാൻസ്ഡ് പാർട്ട്ലി ബൈ ദ സെയിൽ ഓർ റിഡക്ഷൻ ഓഫ് അതർ അസറ്റ്സ്. നമുക്ക് നമ്മളുടെ അതർ അസറ്റ്സ് സെയിൽ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം നമുക്കിങ്ങനെ ഒരു റിഡക്ഷൻ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെ നോൺ കറൻറ്റ് അസറ്റിൽ കൂടുതൽ എമൗണ്ട് വരാനുള്ള കാരണം ദിസ് റിഫ്ലക്ട്സ് എ പുവർ അസറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു ബെറ്റർ അസറ്റ്സ് മാനേജ്മെൻ്റ് ഒന്നല്ല, ഒരു പുവർ അസറ്റ്സ് മാനേജ്മെൻറ്റ് തന്നെയാണ് ഇതിനകത്തുനിന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ കറൻറ്റ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റീസ് ഈസ് അൺഫേവറബിൾ. ടോട്ടൽ കറൻറ്റ് അസറ്റും ടോട്ടൽ കറൻറ്റ് ലയബിലിറ്റീസും നോക്കുക, നമുക്കതൊരു 1:1 എന്നുള്ളൊരു പ്രൊപ്പോർഷനിൽ കാണാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു അൺഫേവറബിൾ കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ ₹30 lakh. അതിൽ 30 ലക്ഷം ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്, അതായത് 10%. ആൻഡ് ഡിബഞ്ചർ ഹാവ് ബീൻ റെഡീംഡ് ടു എക്സ്റ്റെൻഡ് ഓഫ് ₹50 lakh. അതിൽ 25 ലക്ഷം നമുക്ക് ഡിബഞ്ചർ കുറഞ്ഞതായിട്ട് റെഡീം ചെയ്യുന്നുണ്ട്. അതായത് 25% എന്ന് പറഞ്ഞാൽ 50 ലക്ഷം.
ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ മൈറ്റ് ബി പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ അതിൽ നമ്മൾ റെഡീം ചെയ്തിട്ടുണ്ടാവും, തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഒന്നുകിൽ ചിലപ്പോൾ ഈ ഇക്വിറ്റി ഷെയർ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഇക്വിറ്റി ഷെയർ ഫ്രഷ് ഇഷ്യൂ കണ്ടക്ട് ചെയ്തിട്ടും അതേപോലെ തന്നെ പ്രോഫിറ്റിൽ നിന്നും എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഡിബഞ്ചർ റിഡംഷൻ എന്ന് പറഞ്ഞാൽ റീപേയ്മെൻ്റ് ആണ്. ഈ ഡിബഞ്ചർ കുറഞ്ഞതായിട്ടല്ലേ കാണിക്കുന്നത്, അതിനർത്ഥം നമ്മളുടെ കടപ്പത്രം വെച്ചിട്ട് നമുക്ക് ഡിബഞ്ചറിലേക്ക് നമ്മൾ ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 50 ലക്ഷം അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ അത് എന്താണ്, കുറച്ച് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടും അതുപോലെ തന്നെ പ്രോഫിറ്റിൽ നിന്നും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇതുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക.